എല്ലാവർക്കും സ്വീറ്റ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുളിമുട്ടായിയുടെ റെസിപ്പി ആയിട്ടാണ്. പുളിമുട്ടായി എന്ന് പറയുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും പഴയകാല ഓർമ്മകളൊക്കെ വരുന്നുണ്ടാവും. നമ്മൾ സ്കൂളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പെട്ടിക്കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്ന പുളിമുട്ടായികളൊക്കെ ഓർമ്മ വരുന്നില്ലേ? അപ്പോൾ അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഇന്ന് നമ്മൾ വീട്ടിൽ പുളിമുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറച്ച് മധുരം, കുറച്ച് പുളിയും, കുറച്ച് എരിവൊക്കെ ചേർന്നിട്ടുള്ളൊരു പുളിമുട്ടായിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുൻപ് നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടിയും പ്രസ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിടണം. അപ്പം ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് പുളിമുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് വാളംപുളിയാണ്. ഞാനിവിടെ ഒരു 100 ഗ്രാം വാളംപുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലുള്ള ചെറിയ ചെറിയ നാരുകളും കുരു, പിന്നെ ഇതിൻ്റെ തൊണ്ട്, ഇതുപോലത്തെ എല്ലാ സാധനവും നമ്മളിതൊന്ന് മാറ്റണം. അപ്പം ഞാനിതുപോലെ ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇതാണ് അതിൽ കിട്ടിയ അതിൻ്റെ വേസ്റ്റാണ്. ഇത് നമുക്ക് കളയാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പുളിമുട്ടായിക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊടിച്ച ശർക്കരയാണ്. നിങ്ങൾക്ക് സാധാരണ ശർക്കരയും യൂസ് ചെയ്യാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പുളി ജസ്റ്റ് ഒന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് കറക്കിയെടുക്കണം. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് പുളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുളിമുട്ടായി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാനിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കണം. ഈ ശർക്കര ഒന്ന് അലിഞ്ഞ് വരുന്നവരേക്കും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. അധികമൊന്നും വേണ്ട, ഒരു ചെറിയ എരിവ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഈ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി വെച്ചിരിക്കുന്ന ആ പുളി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുളി ഇട്ടതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫുള്ള് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഈ ശർക്കര പാനിയിൽ നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വളരെ കുറച്ച് അളവിൽ മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനായിട്ടും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച അളവിനായിട്ടും നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് എടുത്താൽ മതിയാവും. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെയാണ് വിട്ട് വരേണ്ടത്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ വേറെ ഒരു പ്ലേറ്റിലേക്ക് ഈ ഒരു പുളിമുട്ടായി നമുക്ക് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കട്ടിയായി പോവും, നമുക്ക് പാനിൽ നിന്ന് കിട്ടില്ല. ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ചൊന്ന് ചൂടാറി കഴിയുന്ന സമയത്ത് നമ്മളത് ചെറിയ പീസാക്കിയിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ തടവിയതിന് ശേഷം നമുക്കിത് റൗണ്ടാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ടൂത്ത് പിക്ക് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം.
ഇങ്ങനെയും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് റാപ്പ് ചെയ്തെടുക്കുന്ന പോലെ നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. ഒരു ചെറിയൊരു പീസ് പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ പുളിമുട്ടായി ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് പിരിച്ചു വിട്ടാൽ മതിയാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുളിമുട്ടായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി അല്ലേ? അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്